A warm welcome to one and all. As a part of this critical care nursing course, our next topic is acute kidney injury and renal replacement therapy. Myself, Don Jose, Assistant Professor, Amla College of Nursing. So, previous class നിങ്ങൾ കേട്ട് കാണും രഘുനാഥ് സാറിൻ്റെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയും റീനൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയും ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. സോ അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. So here I will be considering only the nursing aspects. സോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് റീനൽ ഫെയിലിയർ? നമ്മുടെ ബോഡിയിലെ കിഡ്നികൾക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ റിമൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. സോ റീനൽ ഫെയിലിയർ റിസൾട്ട്സ് വെൻ കിഡ്നീസ് കനോട്ട് റിമൂവ് ദ ബോഡീസ് മെറ്റബോളിക് വേസ്റ്റസ് ഓർ പെർഫോം ദർ റെഗുലേറ്ററി ഫംഗ്ഷൻ. So when kidneys are being affected, all the systems will be affected. ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം. രണ്ട് തരത്തിലാണ് കാണപ്പെടുന്നത്: acute kidney injury and chronic renal failure. സോ ആദ്യം acute kidney injuryനെ acute renal failure എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ acute renal failure nowadays are not commonly used, but it is using when the acute situation is little more severe. സിവിയർ അക്യൂട്ട് കേസസിന് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയാറുണ്ട്. പക്ഷേ കോമൺലി നമ്മളിപ്പോൾ യൂസ് ചെയ്യാറുള്ളത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്നാണ്. സോ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്താണെന്ന് നോക്കാം. സോ അതൊരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. പല കാരണങ്ങൾ കൊണ്ട് കിഡ്നിയുടെ ഫങ്ഷൻ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യുന്നതിന് പറയുന്നതാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. സോ ഇറ്റ് ഈസ് എ റാപ്പിഡ് ലോസ് ഓഫ് റീനൽ ഫങ്ഷൻ ഡ്യൂ ടു ഡാമേജ് ടു ദ കിഡ്നീസ് and is reversible. One more definition ഉണ്ട്: a sudden and often reversible reduction in kidneys function as measured by glomerular filtration rate. So GFR എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ GFRന്റെ നോർമൽ ഒന്ന് നോക്കിയേക്കാം. സോ GFR പെർ മിനിറ്റ് ഈസ് 125 ml ആണ്. പെർ മിനിറ്റിൽ 125 ml ആണ് GFR. ഇതൊരു PSC ക്വസ്റ്റ്യൻ കൂടിയാണ്. പെർ അവറിൽ എങ്ങനെയായിരിക്കും? 125 ml പെർ മിനിറ്റ് ഇൻറ്റു 60 minutes. സോ 7500 ml പെർ അവർ. പെർ അവറിൽ 7500 ml എന്നാണ്. പെർ ഡേ ആണെങ്കിൽ 7500 ml പെർ അവർ ഇൻറ്റു 24. ദാറ്റ് ഈസ് 180 liters പെർ ഡേ. സോ GFR നോർമൽ 180 liters പെർ ഡേ. ജനറൽ ഇൻഫോർമേഷൻ ഞാൻ പറഞ്ഞാണ്. ബിഫോർ സ്റ്റാർട്ടിങ് കുറച്ച് ബേസിക് കാര്യങ്ങൾ. നോർമൽ അഡൾട്ട് അവോയ്ഡ് ചെയ്യുന്നത് 1 to 2 ലിറ്റർ പെർ ഡേ ആണ്. സോ യൂറിനിൽ എന്തൊക്കെയുണ്ട്? സോ അവർ ഹ്യൂമൻ യൂറിൻ മെയിൻലി കൺസിസ്റ്റ് ഓഫ് വാട്ടർ. 95% വാട്ടർ ആണ്. ബാക്കിയുള്ളതാണ് വേസ്റ്റ് പ്രൊഡക്ഷൻ. സോ അതിൽ മേജർ ആയിട്ട് കാണപ്പെടുന്നത് യൂറിയ ആസ് വെൽ ആസ് ക്രിയാറ്റിൻ ആണ്. സോ യൂറിക് ആസിഡ് ഓൾസോ ഇസ് ദർ, along with chloride, sodium, potassium, sulfate, ammonium, etc. So whatever the electrolytes or the other particles which is not needed by our body, that will be excreted through the urine. So അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ക്രിയാറ്റിൻ ഉണ്ട്. സോ ക്രിയാറ്റിൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ഓരോ മസിൽ ആക്ടിവിറ്റിയുടെയും എൻഡ് പ്രൊഡക്റ്റ് ക്രിയാറ്റിനാണ്. ആ ക്രിയാറ്റിനാണ് കിഡ്നി യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ കിഡ്നിയിൽ ഫങ്ഷൻ കറക്റ്റായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ ക്രിയാറ്റിൻ അക്യുമുലേറ്റ് ആവുന്നു, അത് റിമൂവ് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെയാണ് ക്രിയാറ്റിൻ അക്യുമുലേഷൻ വരുന്നത്. സോ നോർമൽ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് 0.6 or 0.5 to 1.2 mg/dl എന്നാണ്. അടുത്തത് BUN, ബ്ലഡ് യൂറിയ നൈട്രജൻ. സോ ദാറ്റ് ഈസ് occurring due to the breakdown of protein in the liver. So the normal value is 6 to 20 mg/dl. So just ഒരു ബേസിക് ആണ്. നഴ്സിംഗ് കൺസിഡറേഷൻ നമ്മൾ ഫേസസ് വഴി പോകുന്നത്. ഓരോ ഫേസിലും എന്തൊക്കെ ഇന്റർവെൻഷൻസ് നമുക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഡിസ്കഷൻ. So the first phase is initiation phase. So initiation phase എപ്പോഴാണ് ഉണ്ടാവുന്നത്?
അതായത് എന്തൊക്കെയോ കാരണങ്ങൾ മൂലം കിഡ്നി ഇഞ്ചുറി ചെയ്യപ്പെട്ടു. ആ സമയം തൊട്ട് ഒക്യുറൻസ് ഓഫ് സൈൻസ് ആൻഡ് സിംറ്റംസ്, ആ ഒരു പീരീഡാണ് ഇനീഷ്യേഷൻ ഫേസ്. ഈ പീരീഡിൽ മെയിൻലി റീനൽ ബ്ലഡ് ഫ്ലോ ഡിക്രീസ്ഡ് ആയി കാണും. കാരണങ്ങൾ കൊണ്ട്, കോസസ് മൂലം റീനൽ ബ്ലഡ് ഫ്ലോ ഡിക്രീസ് ആയിട്ടുണ്ട്. സോ അവർ റെസ്പോൺസിബിലിറ്റി ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ കോസ്. സോ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കോസസ് പറഞ്ഞു. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ടാണിത്. പ്രീ റീനൽ കോസസ് ഉണ്ട്, റീനൽ കോസസ് ഉണ്ട്, പോസ്റ്റ് റീനൽ കോസസ് ഉണ്ട്. സോ we have to make sure that we know these things. So these all causative factor can leads to acute kidney injury. So the first phase is initiation phase. In that, intervention mainly depend upon how we find out the causes. So when we find out the causes, we can correct these causes so that we will prevent long-term damage to the kidney. That is initiation phase. Next phase is oliguric phase. So this phase occur within 1 to 6 days and it can last about 10 to 40 days. So from the name itself, നമുക്കറിയാം oliguria എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ less amount of urine output. So here the urine output less than 400 ml per day is termed as oliguric phase. Patientന്റെ urine output ഇതിലും കുറവായിരിക്കും. So our responsibility will come like സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട്സ് വേണം, യൂറിൻ ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ. സോ വാട്ട് ഹാപ്പൻസ് മീൻസ് ഹിയർ ദർ വിൽ ബി ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് വേസ്റ്റ് പ്രൊഡക്റ്റ് അക്യുമുലേഷൻ, ദാറ്റ് ഈസ് BUN ആസ് വെൽ as സെറം ക്രിയാറ്റിനിൻ. സോ ലാബ് റിസൾട്ട് ചെക്ക് ചെയ്യണം. ഈ ഒരു ഫേസിൽ ഈ വേസ്റ്റ് പ്രൊഡക്ട്സ് അക്യുമുലേറ്റ് ചെയ്യുന്നത് മൂലം സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാവുന്നു. മെയിനായിട്ട് കാണപ്പെടുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് ന്യൂറോളജിക്കൽ സിംറ്റംസ് ആണ്, ലൈക്ക് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്, സ്ലഗ്ഗിഷ്നെസ്, ടയർഡ്നെസ്, സ്ലീപ്പിനെസ് ആസ് വെൽ ആസ് ഇച്ചിങ്. സോ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, നഴ്സിംഗ് ഇന്റർവെൻഷൻ എന്താണ്? സോ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എലിവേറ്റഡ് ബ്ലഡ് യൂറിയ നൈട്രജൻ, യൂറിയ കൂടുന്നത് പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ മൂലമാണ്. So we can limit the protein diet as well as we can ensure the safety of the patient. Safety എന്തുകൊണ്ടാണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്? കാരണം പേഷ്യന്റിന് ന്യൂറോളജിക്കൽ സിംറ്റംസ് ഉണ്ടാവും ചാൻസ് ഉണ്ട്, കൺഫ്യൂഷൻ, sluggishness as well as tiredness. അപ്പോൾ പേഷ്യന്റ് ഫോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ we have to check for the safety and we have to limit the protein in the diet. So protein rich foods നമുക്ക് അറിഞ്ഞിരിക്കണം. So next possible problem will be potassium excess. Potassium level check ചെയ്യണം. So increased amount of potassium in the blood is termed as hyperkalemia. So here the hyperkalemia will be there with weakness. So main ആയിട്ട് the changes, hyperkalemia ഉണ്ടോ ഇല്ലയോ എന്നുള്ള hyperkalemiaയുടെ symptoms means we can assess with the help of ECG. സോ ECG വേരിയേഷൻസ് മൂലം ECG വെച്ച് നമുക്ക് ഹൈപ്പർ കലീമിയ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ്? സോ വെൻ വി ആർ ചെക്കിങ് ആൻ ECG, അതിൽ T വേവ് ഉണ്ടാവുമല്ലോ, ദർ വിൽ ബി എ പീക്ഡ് T വേവ്, QRS ഉണ്ടാവും. ദ QRS വിൽ ബി വെരി വൈഡൻഡ് ആൻഡ് ഓൾസോ ദ ST സെഗ്മെന്റ് വിൽ ബി ഡിപ്രസ്ഡ് along with sometimes PR interval will be prolonged. സോ ഇതൊരു നോർമൽ ECG ആണ്. പീക്ഡ് T വേവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്ലസ് വൈഡൻഡ് QRS വൈഡൻഡ് ആയിരിക്കും, പീക്ഡ് T വേവ് ആയിരിക്കും. അപ്പോൾ ഇതാണ് സീക്വൻസ് ഓഫ് ഹൈപ്പർ കലീമിയ. ഇത് മോഡറേറ്റ് മീൻസ് മൈൽഡ് ടു സീവിയർ എന്നുള്ള രീതിയിൽ കാണുന്ന ഒരു ECG ആണ്. ലേറ്റർ എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ അത് അരിത്മിയാസ് ആയിട്ട് മാറാം. ഇപ്പോൾ പൊട്ടാസ്യം എക്സസ് ഉണ്ടാവാം, അത് നമുക്ക് ECG വെച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇപ്പോൾ പൊട്ടാസ്യം എക്സസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിൽ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഓഫ് കോഴ്സ്
ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ആണ് നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. തുടക്കത്തിൽ പൊട്ടാസ്യം ഇൻടേക്ക് ഷുഡ് ബി ലിമിറ്റഡ് ടു 40 മില്ലി ഇക്വലന്റ് പെർ ഡേ. നമുക്കൊരു ഡയറ്റീഷ്യന്റെ ഹെൽപ്പോട് കൂടി നമുക്കത് റെസ്ട്രിക്ട് ചെയ്യാവുന്നതാണ്. പ്ലസ് കണ്ടിന്യൂസ് മോണിറ്ററിങ് ഓഫ് ECG. ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെഗുലർ ഇൻസുലിൻ IV കൊടുക്കാം. കാരണം ഇൻസുലിന്റെ റോൾ എന്താണ്? ഗ്ലൂക്കോസിനെ സെൽസിന്റെ ഉള്ളിൽ എത്തിക്കുക, അല്ലെ? ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ സെൽസിന്റെ ഉള്ളിൽ എത്തിക്കുകയാണ് ഇൻസുലിന്റെ റോൾ. അപ്പോൾ ഇവിടെ ഈ റിസപ്റ്ററിൽ പൊട്ടാസ്യം ബൈൻഡ് ചെയ്യും ഇൻസുലിൻ കൊടുക്കുന്ന സമയത്ത്. സോ ഇൻക്രീസ് എമൗണ്ട് ഓഫ് പൊട്ടാസ്യം ഉണ്ടെങ്കിൽ ഇൻസുലിൻ ബൈൻഡറിൽ മീൻസ് റിസപ്റ്റേഴ്സിൽ പൊട്ടാസ്യം ബൈൻഡ് ചെയ്യും. ഇൻസുലിൻ സെല്ലിന്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് ഇൻക്രീസ് എമൗണ്ട് ഓഫ് പൊട്ടാസ്യം ഓൾസോ വിൽ ഗോ ഇൻസൈഡ് ദ സെൽ. അതുകൊണ്ടാണ് ഇവിടെ ഇൻസുലിൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ സോഡിയം ബൈകാർബണേറ്റ്, ദാറ്റ് ഈസ് ഓൾസോ ഹാവിങ് എ സെയിം എഫക്ട്. ഇറ്റ് ക്യാൻ ഷിഫ്റ്റ് പൊട്ടാസ്യം ഇൻ ടു ദ സെൽ ഫ്രം ദ blood circulation. Otherwise, we can go with the calcium gluconate IV. In advanced cases, only will be go for calcium gluconate. പൊട്ടാസ്യം ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ റിംഗൽ ലാക്ടേസ് മാക്സിമം അവോയ്ഡ് ചെയ്യണം. Otherwise, we can provide a nebulization with salbutamol as told. Sodium polystyrene sulfonate can be given, that is Kayaksalate. This can be given either by mouth or by retention edema. So, ഇത്രയും അധികം കാര്യങ്ങൾ നമുക്ക് ഹൈ പൊട്ടാസ്യം ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. But everything we should be done with under the prescription of doctor. So, ഇതൊന്നും വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ഹീമോഡയാലിസിസ് തന്നെയാണ് പൊട്ടാസ്യം കുറയ്ക്കാനായിട്ട്. നെക്സ്റ്റ് ഫ്ലൂയിഡ് വോളിയം, അതായത് ഒളിഗോറിക് ഫേസ് ആണിത്. ഒളിഗോറിക് ഫേസിൽ യൂറിൻ ഔട്ട്പുട്ട് കുറവാണ്, കാരണം കിഡ്നി ഫിൽട്രേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഫ്ലൂയിഡ് ഓവർലോഡാണ് ബോഡിയിൽ കാണപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ട് കാണുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് ഡിസ്റ്റൻഡ് നെക്ക് വെയിനും ബൗണ്ടിങ് പൾസും. ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് അസസ് ചെയ്യണം. എഡിമ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം ഫ്ലൂയിഡ് ഓവർലോഡ് കാരണം. ഇത് പ്രോപ്പറായിട്ട് അസസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം. കാരണം ഹൈപ്പർ ടെൻഷനും എഡിമയും, അതായത് ഫ്ലൂയിഡ് ഓവർലോഡ് ഉണ്ടെങ്കിൽ ഹാർട്ട് ഫെയിലിയറിലോട്ട് നയിക്കാം. പൾമണറി എഡിമ ഉണ്ടാവാം, പെരികാർഡിയൽ ആസ് വെൽ ആസ് പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടാവാം. സോ നമ്മളിതെല്ലാം പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യണം. നമ്മുടെ നഴ്സിംഗ് ഇന്റർവെൻഷൻ എന്തൊക്കെയാണ്? ഫ്ലൂയിഡ് ഓവർലോഡ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ ഫ്ലൂയിഡ് ഇൻടേക്ക് റെസ്ട്രിക്ട് ചെയ്യണം. പിന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. വെയിങ്, ഡെയിലി വെയിങ് ചെയ്യണം. മോണിറ്റർ BP, ബിക്കോസ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം ഫ്ലൂയിഡ് ഓവർലോഡ് ഉള്ള കാരണം. ലങ് സൗണ്ട്സ് എന്തിനാണ് ചെക്ക് ചെയ്യുന്നത്? കാരണം ഇവിടെ പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ലങ് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാവാം ഫ്ലൂയിഡ് ഓവർലോഡ് കാരണം. സോ ഓക്സിജൻ സാച്ചുറേഷൻ ഓഫ് കോഴ്സ് ചെക്ക് ചെയ്യണം. ഇൻ ദിസ് കേസ് വി ക്യാൻ പ്രൊവൈഡ് ലൂപ്പ് ഡയററ്റിക്സ്. ലൂപ്പ് ഡയററ്റിക്സ് കൊടുക്കുമ്പോൾ പൊട്ടാസ്യം സ്ക്രീനിങ് ഡൺ ചെയ്യണം. പൊട്ടാസ്യം സ്പെയറിംഗ് ഡയററ്റിക്സ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ഓപ്ഷണൽ ആണ് ആഫ്റ്റർ ദ പൊട്ടാസ്യം ലാബ് വാല്യൂ. ഇപ്പോൾ ലൂപ്പ് ഡയററ്റിക്സ് നമ്മൾ മെയിൻലി കൊടുക്കുന്നത് ഫ്ലൂയിഡ് വോളിയം കുറയ്ക്കാനായിട്ടാണ്. 40 to 100 mg IV 8 hourly കൊടുക്കാം, ഫ്രൂസിമായിട്ട് കൊടുക്കാം ലൂപ്പ് ഡയററ്റിക്സ്. നെക്സ്റ്റ് ഒളിഗോറിക് ഫേസിൽ കാണുന്നത് മെറ്റബോളിക് അസിഡോസിസ് ആണ്. അതിൽ ബൈകാർബണേറ്റ് ലെവൽ ഡിക്രീസ് ആവുന്നു. റെസ്പിറേഷൻ, മെറ്റബോളിക് ആസിഡോസിസിൽ എന്താ സംഭവിക്കുന്നത്? സോ ഇവിടെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ് കുസ്മോൾസ് റെസ്പിറേഷൻ. ഡീപ്പ് ആയിട്ടുള്ള റെസ്പിറേഷൻ ആണ് ഇൻ ഓർഡർ ടു റിമൂവ് മോർ കാർബൺ ഡയോക്സൈഡ് ഔട്ട്സൈഡ് ദ ബോഡി. അത് നമ്മുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. സോ വാട്ട് വി ഹാവ് ടു do is we have to maintain the safety of the patient as well as respiratory status of the patient also should be checked. So ഇവിടെ നമുക്ക് oral or IV sodium bicarb കൊടുക്കാം. If we are providing, the pH should be less than 7.2. Next is sodium balance. So urine sodium increases. അതായത് യൂറിൻ വളരെ കുറച്ചേ പോകുന്നുള്ളൂ. ആ പോകുന്ന യൂറിനിൽ കൂടുതൽ എമൗണ്ട് ഓഫ് സോഡിയം ഉണ്ടാവാം.
പക്ഷേ സെറം സോഡിയം ഡിക്രീസസ്. സെറം സോഡിയം എന്തുകൊണ്ടാണ് ഡിക്രീസ് ആവുന്നത്? നമ്മുടെ ബോഡിയിലെ ഫ്ലൂയിഡിന്റെ എമൗണ്ട് കൂടി, അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഉള്ള സോഡിയം ഈ ഫ്ലൂയിഡിൽ ലയിച്ചു, അങ്ങനെ സോഡിയത്തിന്റെ എമൗണ്ട് കുറഞ്ഞു. അങ്ങനെ പറയുന്ന സോഡിയത്തിന്റെ എമൗണ്ടിന് പറയുന്നത് ഡൈല്യൂഷണൽ ഹൈപ്പോനൈട്രീമിയ എന്നാണ്. അപ്പോൾ ആ ഹൈപ്പോനൈട്രീമിയ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം എക്സസ് ആയിട്ടുണ്ടെങ്കിൽ that can lead to cerebral edema. That should be notified. Okay, finally we reach to the third phase, that is diuretic phase. ഇത് നേരെ ഒളിഗോയിക് ഫേസിന്റെ ഓപ്പോസിറ്റ് ആണ്. ഹിയർ ഇൻക്രീസിങ് യൂറിൻ ഔട്ട്പുട്ട് കൂടുന്നു, ഡയോറിസിസ് ആസ് ദ നെയിം സെസ്. സോ യൂറിൻ ഔട്ട്പുട്ട് കൂടുന്നതുകൊണ്ട് നെഫ്രോൺസ് നോർമലായി എന്നല്ല, അതൊരു പാത്തോഫിസിയോളജിക്കൽ ചേഞ്ച് ആണ്. സോ യൂഷ്വലി അറൌണ്ട് 3 to 6 ലിറ്റർ പെർ ഡേ യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടാവും. സോ ഇറ്റ് ക്യാൻ ലാസ്റ്റ് ഫോർ 1 to 3 weeks. That also we should know about. സോ അപ്പോൾ എന്തൊക്കെ സംഭവങ്ങൾ പേഷ്യൻ്റ് ഉണ്ടാവാം? കാരണം യൂറിൻ ഒരുപാട് പോകുമ്പോൾ എന്തുണ്ടാവും? വോളിയം കുറയും, ഹൈപ്പോ വോളിയമേ ഉണ്ടാവും. വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ബ്ലഡ് പ്രഷർ കുറയും, ഹൈപ്പോ ടെൻഷൻ ഉണ്ടാവും. So we have to think about the strict intake output, as well as we have to check the BP. So large loss of fluid and electrolytes with hyponatremia, hypokalemia and dehydration. So urine കുറെ എക്സസ് ആയിട്ട് റിമൂവ് ആയി കഴിഞ്ഞാൽ electrolytes imbalance ഉണ്ടാവാം. So nursing consideration is strict intake and output മെയിൻറ്റെയിൻ ചെയ്യണം. ഡെയിലി വെയിങ്, IV ഫ്ലൂയിഡ്സ് പ്രൊവൈഡ് ചെയ്യണം, കാരണം ഇവിടെ ഹൈപ്പോ ആണ് ഉണ്ടാവുന്നത്. സപ്ലിമെന്റ്സ്, ഇലക്ട്രോലൈറ്റ് എന്താണ് ലോസ് ആയിട്ടുള്ളത്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലാബ് വാല്യൂസ് വി ഹാവ് ടു റീപ്ലേസ് ഇറ്റ്. വി ഹാവ് ടു മോണിറ്റർ ഇറ്റ് പ്രോപ്പർലി ദ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഡീഹൈഡ്രേഷൻ. കാരണം ഹൈപ്പോവോളീമിയ കാരണം ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. BP ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്ലസ് ഈ ഒരു സമയത്ത് നെഫ്രോടോക്സിക് ഡ്രഗ്സ് ഏതെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് റിപ്പോർട്ട് ചെയ്യണം, അത് കൊടുക്കരുത്. നെഫ്രോടോക്സിക് ഡ്രഗ്സ് NSAIDs, റേഡിയോ കോൺട്രാസ്റ്റ് ഏജൻറ്റ്സ്, എമിനോഗ്ലൈക്കോസൈഡ്സ് ഒക്കെയാണ്. ഇതല്ല സെവറൽ ടൈപ്സ് ഉണ്ട്. So we have to make sure that we are not providing nephrotoxic agents. So the final phase recovery phase ആണ്. Here we have to explain to the patient for proper follow-up. Okay, and dietitian വെച്ചിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റും ഫിക്സ് ചെയ്യണം. Here it will begins when the GFR increases, allowing the BUN and serum creatinine levels to plateau and then decrease. അതൊക്കെ കുറഞ്ഞു വരും. So improvement can occur within 1 to 2 weeks, or it may take 12 months to stabilize. ഒരു വർഷം വേണമെങ്കിലൊക്കെ എടുക്കാം ഇതൊരു സ്റ്റേബിൾ ആയിട്ട് നോർമൽ ആയിട്ട് വരാൻ. അപ്പോൾ ഈ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഫൈൻഡ് ഔട്ട് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കോസസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് റിമൂവ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, ഇറ്റ് ക്യാൻ കണ്ടിന്യൂ ആൻഡ് ബിക്കം ക്രോണിക് റീനൽ ഫെയിലിയർ.